വെളിപാട് 19-ാം അധ്യായം. ഇതിനുശേഷം സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റെ ഉച്ചസ്വരം പോലെ പറയുന്നത് ഞാൻ കേട്ടു, ഹല്ലേലൂയ! രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിൻ്റേത്. എന്തെന്നാൽ അവിടുത്തെ വിധികൾ സത്യസന്ധവും നീതിയുക്തവുമാണ്. വ്യഭിചാരം കൊണ്ട് ലോകത്തെ മലിനമാക്കിയ മഹാവേശ്യയെ അവിടുന്ന് വധിച്ചു. അവളുടെ കൈകൊണ്ട് ചിന്തിയ തൻ്റെ ദാസരുടെ രക്തത്തിന് അവിടുന്ന് പ്രതികാരം ചെയ്തു. രണ്ടാമതും അവർ പറഞ്ഞു, ഹല്ലേലൂയ! അവളിൽ നിന്ന് പുക എന്നുമെന്നേക്കും ഉയർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 24 ശ്രേഷ്ഠന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ച് സിംഹാസനസ്ഥനായ ദൈവത്തെ ആരാധിച്ചു. സിംഹാസനത്തിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു. ദൈവത്തിൻ്റെ ദാസരും അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായ എല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ. വലിയ ജനക്കൂട്ടത്തിൻ്റെയും പെരുവെള്ളത്തിൻ്റെയും ശക്തമായ ഇടിമുഴക്കത്തിൻ്റെയും ശബ്ദം പോലെ എന്തോ ഞാൻ കേട്ടു. ഹല്ലേലൂയ! സർവശക്തനും നമ്മുടെ ദൈവവുമായ കർത്താവ് വാഴുന്നു. നമുക്ക് ആനന്ദിക്കാം, സന്തോഷിച്ചുല്ലസിക്കാം, അവിടുത്തേക്ക് മഹത്വം നൽകാം. എന്തെന്നാൽ കുഞ്ഞാടിൻ്റെ വിവാഹം സമീപിച്ചിരിക്കുന്നു. അവിടുത്തെ മണവാട്ടി സ്വയം അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. അവൾക്കു ധരിക്കാൻ ശോഭയേറിയതും നിർമ്മലവുമായ മൃദുല വസ്ത്രം നൽകപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ആ മൃദുല വസ്ത്രം വിശുദ്ധരുടെ നീതിപൂർവകമായ പ്രവൃത്തികളാകുന്നു. ദൂതൻ എന്നോട് പറഞ്ഞു, എഴുതുക, കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. അവൻ വീണ്ടും പറഞ്ഞു, ഇവ ദൈവത്തിൻ്റെ സത്യവചസ്സുകളാണ്. അപ്പോൾ ഞാൻ അവനെ ആരാധിക്കാൻ കാൽക്കൽ വീണു. എന്നാൽ അവൻ എന്നോട് പറഞ്ഞു, അരുത്, ഞാൻ നിൻ്റെയും യേശുവിൻ്റെ സാക്ഷ്യമുള്ള നിൻ്റെ സഹോദരന്മാരുടെയും ഒരു സഹദാസനാണ്. നീ ദൈവത്തെ ആരാധിക്കുക. എന്തെന്നാൽ യേശുവിൻ്റെ സാക്ഷ്യമാണ് പ്രവചനത്തിൻ്റെ ആത്മാവ്. അനന്തരം സ്വർഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു. ഇതാ ഒരു വെള്ളക്കുതിര. അതിൻ്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടുന്നു. അവൻ നീതിയോടെ വിധിക്കുകയും പടപൊരുതുകയും ചെയ്യുന്നു. അവൻ്റെ മിഴികൾ തീനാളം പോലെ. അവൻ്റെ ശിരസിൽ അനേകം കിരീടങ്ങൾ. അവന് ആലേഖനം ചെയ്യപ്പെട്ട ഒരു നാമമുണ്ട്. അത് അവനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. അവൻ വിളിക്കപ്പെടുന്ന നാമം ദൈവവചനം എന്നാണ്. സ്വർഗീയ സൈന്യങ്ങൾ ശുഭ്രവും നിർമ്മലവുമായ മൃദുല വസ്ത്രങ്ങൾ അണിഞ്ഞ് വെള്ളക്കുതിരകളുടെ പുറത്ത് അവനെ അനുഗമിക്കുന്നു. ജനതകളെ വെട്ടിവീഴ്ത്താൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള ഒരു വാൾ പുറപ്പെടുന്നു. ഇരുമ്പ് ദണ്ടുകൊണ്ട് അവൻ അവരെ മേയിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ ഉഗ്രക്രോധത്തിൻ്റെ മുന്തിരിച്ചക്ക് അവൻ ചവിട്ടുകയും ചെയ്യും. അവന് മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട്, രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും. അനന്തരം സൂര്യനിൽ നിൽക്കുന്ന ഒരു ദൂതനെ ഞാൻ കണ്ടു. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും വലിയ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, വരുവിൻ, ദൈവത്തിൻ്റെ മഹാവിരുന്നിന്. രാജാക്കന്മാരുടെ മാംസവും സൈന്യാധിപന്മാരുടെ മാംസവും ശക്തന്മാരുടെ മാംസവും കുതിരകളുടെയും അവയുടെ മേൽ ഇരിക്കുന്നവരുടെയും മാംസവും സ്വതന്ത്രരും അടിമകളും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസവും ഭക്ഷിക്കുന്നതിന് ഒന്നിച്ചുകൂടുവിൻ. അപ്പോൾ അശ്വാരൂഢനോടും അവൻ്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യാൻ മൃഗവും ഭൂമിയിലെ രാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചുകൂടിയിരിക്കുന്നത് ഞാൻ കണ്ടു. മൃഗം പിടിക്കപ്പെട്ടു. അതോടൊപ്പം മൃഗത്തിൻ്റെ അടയാളം സ്വീകരിക്കുകയും അതിൻ്റെ പ്രതിമയെ ആരാധിക്കുകയും ചെയ്തിരുന്നവരെ അതിൻ്റെ മുമ്പാകെ അടയാളങ്ങൾ കാണിച്ച് വഴിതെറ്റിച്ച വ്യാജപ്രവാചകനും. ഇരുവരും ഗന്ധകമെരിയുന്ന അഗ്നിത്തടാകത്തിലേക്ക് ജീവനോടെ എറിയപ്പെട്ടു. ശേഷിച്ചിരുന്നവർ അശ്വാരൂഢൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാളുകൊണ്ട് വധിക്കപ്പെട്ടു. പക്ഷികളെല്ലാം അവരുടെ മാംസം കൊണ്ട് തൃപ്തിയടഞ്ഞു.